ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചീര കൃഷി ചെയ്യുന്ന രീതി, അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ വിളവെടുപ്പ് വരെയുള്ള ഒരു വീഡിയോ ആണ്. ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതൊരു കൃഷിക്കും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ശരിയായ രീതിയിൽ മണ്ണൊരുക്കുക എന്നുള്ളത്. ശരിയായ രീതിയിൽ നമ്മൾ മണ്ണൊരുക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ കൃഷി നമ്മൾ ഉദ്ദേശിച്ച വിളവ് കിട്ടാതെ വരും. മണ്ണൊരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മണ്ണ് കിളച്ച് അതൊക്കെ ഒന്ന് തട്ടി പൊടിച്ച് അതിലെ പുല്ലൊക്കെ നീക്കം ചെയ്ത് അതിലേക്ക് നമ്മൾ കുമ്മായപ്പൊടി വിതറിയിടുക. അതിനുശേഷം നമ്മൾ മഴയില്ലാത്ത സമയത്താണെങ്കിൽ അത് നനച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യണം. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ വളം ചേർത്ത് കൊടുക്കുക. നല്ല ചാണകപ്പൊടിയാണ് നല്ലത്. കോഴിവളമാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളൊരു 4 ദിവസം നന്നായിട്ട് നനച്ച് കൊടുക്കണം. അപ്പോൾ വളം എടുക്കുമ്പോൾ ഏത് വളമാണെങ്കിലും കട്ട പിടിച്ചിട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊടിച്ച് കൊടുക്കുക. ഇനി നമുക്ക് വളം ഇതുപോലെ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വളം അടിവളമായിട്ട് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ടാമത് ചീര കൃഷിക്കൊന്നും നമ്മൾ പിന്നെ രണ്ടാമത് വളം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് ആവശ്യത്തിനുള്ള ചീര ഈ ഒരു വളത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. കൂടുതൽ നമ്മൾ വളം ചേർക്കേണ്ടതില്ല. ഒരു മിതമായ രീതിയിൽ വളം ചെയ്യുക. കോഴിവളമാണ് ഇടുന്നതെങ്കിൽ നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ വിത്ത് പാകാൻ പാടുള്ളൂ. കോഴിവളം നന്നായി നനച്ച് അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷമേ നമ്മൾ വിത്ത് പാകാൻ പാടുള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടുക്കള കൃഷിയാണ് ചീര. ഞാനിത് വീടിൻ്റെ ഒരു മുറ്റത്ത് ഒരു സൈഡിൽ കവുങ്ങ് നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണിത് വിത്ത് പാകിയിട്ടുള്ളത്. എന്നിട്ടും ചീര വിത്ത് നന്നായി മുളച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് മുളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചീര വിത്ത് ഒരു 2 മണിക്കൂർ സ്യൂഡോമോണസ് ലായനിയിൽ ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലിട്ടിട്ടില്ലെങ്കിലും വിത്ത് മുളക്കും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്യൂഡോമോണസിൽ ഇടുമ്പം അതിന് കുറച്ചും കൂടെ ഒരു കരുത്ത് കിട്ടുന്നതാണ്. എല്ലാ വിത്തും മുളച്ച് വരും. ഒരു ചെറിയ പാക്കറ്റ് വിത്താണ് ഞാൻ ഇതിലിടുന്നത്. ഇത് ഞാൻ വാങ്ങിച്ചതല്ല. നമ്മളെ മനോരമ ന്യൂസ് പേപ്പർ വരുത്തുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു വിത്താണ്. അപ്പോൾ ഞാൻ ഇന്നലെ സ്യൂഡോമോണസ് ലായനിയിൽ ഇട്ട് വെച്ച വിത്താണ്. ശരിക്കും 2.5 മണിക്കൂർ ഇട്ട് വെച്ചാൽ തന്നെ മതി. എനിക്ക് ഇന്നലെ ഇത് എടുക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് മണലെടുക്കുക. അപ്പോൾ നമ്മളെ വിത്ത് മണലിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മണലും കൂട്ടിയിട്ടാണ് ഇത് പാകുന്നത്. അപ്പോൾ ഇത് മണലില്ലാതെ നമ്മൾ വിത്ത് സ്വന്തം പാകി കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് തന്നെ കട്ട കൂടി വീഴാനും ഒരു സ്ഥലത്ത് തന്നെ മുളക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മണലിലോ എന്തെങ്കിലും ഒരു മാധ്യമത്തിലിട്ടിട്ട് വിത്ത് പാകാം. അപ്പോൾ വളം ഇട്ടു. വളത്തിൻ്റെ മേലെ നമ്മൾ വിത്ത് വിതറി. ഇനി നമുക്കിതൊന്ന് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ രീതിയിൽ. കൂടുതൽ ആഴത്തിലേക്ക് വിത്ത് നമ്മൾ ആക്കരുത്. ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
ഇതൊരു കരിമ്പാണ് കേട്ടോ. ഞാൻ ഈ റോഡ് സൈഡിലൊക്കെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന കരിമ്പിൻ്റെ ഒരു കഷ്ണം കൊണ്ടുവന്ന് നട്ടതാണ്. അതിപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ കരിമ്പൊക്കെ നടാൻ ഉദ്ദേശിക്കുന്നവർ നമ്മൾ ആ റോഡ് സൈഡിലൊക്കെ മുറിച്ച് അവർ വേസ്റ്റാക്കി ഇടുന്ന കഷ്ണം കൊണ്ടുവന്ന് നട്ടാൽ മതി. ഇനി നമുക്ക് നന്നായി നനച്ച് കൊടുക്കണം. ഒരു 2-3 ദിവസം കൊണ്ട് നമ്മളെ വിത്തൊക്കെ മുളച്ച് വരുന്നതാണ്. നന്നായി നനച്ച് കൊടുക്കുക. വെള്ളം നല്ലവണ്ണം ആവശ്യമുള്ളൊരു കൃഷിയാണ് ചീര. നമ്മൾ ചീര വിത്ത് മുളച്ചതിന് ശേഷവും നന്നായിട്ട് ജലസേചനം നടത്തണം. ഇപ്പോൾ ഒരാഴ്ചയായി വിത്തൊക്കെ നന്നായി മുളച്ച് ഏതാണ്ടൊക്കെ വലിപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പുല്ലൊക്കെ മുളച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറിച്ച് ഒഴിവാക്കി കൊടുക്കണം. എങ്കിലേ നമ്മളെ ചീര നന്നായിട്ട് വളർന്നു വരുള്ളൂ. ഇപ്പോൾ നമുക്ക് ഏതാണ്ടൊക്കെ വിളവെടുക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇതിൽ നിന്ന് വലുതൊക്കെ നമുക്ക് പറിച്ചെടുത്തിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ചെറുതൊക്കെ വീണ്ടും വീണ്ടും വളർന്നു വരും. അവസാനം വരുന്നത് നമുക്ക് കുറച്ച് തൈകളൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. എന്നാൽ വീണ്ടും അതിൽ പുതിയ മുകുളങ്ങൾ കമ്പുകളൊക്കെ വന്നിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ വീണ്ടും ചീര എടുക്കാം. ഇപ്പോൾ ഇതിൽ കൂടുതൽ എണ്ണം ഉള്ളത് കൊണ്ട് ഞാനൊക്കെ പറിച്ചെടുക്കുകയാണ്. ശ്രദ്ധിച്ച് പറിച്ചെടുക്കണം, കാരണം ചെറുത് ഒക്കെ അതിൻ്റെ ഇടക്ക് പറിഞ്ഞു പോരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.